മരിച്ച വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വ്യാപരിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിധവയായ ഏകമകനുള്ള നയീനിലെ ആ സഹോദരിയുടെ മകനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന ചരിത്രമാണ്. ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ല, ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ നോക്കി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, തീർന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ലോകം തീർന്നെന്ന് പറയുന്നിടത്ത് ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കിയിട്ട് പുതിയതായിട്ട് ആരംഭിക്കാൻ എൻ്റെ യേശുവിന് കഴിയും കേട്ടോ. യെസ്, നിൻ്റെ ജീവിതത്തിനകത്ത് ചിലർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു, നിൻ്റെ ജീവിതത്തിനകത്ത്. പക്ഷേ സ്വർഗം അതിനെ കോമയാക്കാൻ പോവാം. 2 പുരുഷാരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നൊരിടമാണ് നയീൻ പട്ടണത്തിൻ്റെ ആ എൻട്രൻസ് എന്ന് പറയുന്നത്. പട്ടണത്തിനകത്തുനിന്ന് ഒരു പുരുഷാരം കടന്നു വരികയാണ് കൂട്ട നിലവിളിയുമായിട്ട്. എന്തുമായിരിക്കും അവർ പറഞ്ഞത്? അയ്യോ ആ മകൻ പോയേ എന്ന് പറഞ്ഞിട്ട് അല്ലേ. പട്ടണത്തിനകത്തേക്ക് അടുത്തൊരു പുരുഷാരം വരികയാണ്. ദാവീദ് പുത്രൻ ഹോസന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഉണ്ടോ. ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു കൊണ്ടുവരുന്ന ഒരു പുരുഷാരം. ഈ 2 പുരുഷാരവും കൂടി ഒരുമിച്ച് ആ പട്ടണവാതിക്കൽ ആമേൻ കണ്ടുമുട്ടുകയാണ്. ഹല്ലേലൂയ. മഞ്ചത്തി ചുമന്നുകൊണ്ട് പോകുന്ന കുഞ്ഞിനെ നോക്കി അലറിക്കറിയുന്നൊരു മാതാവ്, കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവിനെ ആശ്വസിപ്പിക്കുന്ന സഹോദര വൃദ്ധങ്ങൾ, ബന്ധുമിത്രാദികൾ. പക്ഷെ അവൾക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. ചില നാളുകൾക്ക് അവളുടെ പ്രതീക്ഷയായിരുന്ന ഭർത്താവ് അവളെ വിട്ടിട്ട് പോകുമ്പോൾ ഈ ആശ്വസിപ്പിക്കുന്ന സഹോദരങ്ങൾ പറഞ്ഞ, സാരമില്ല, നിനക്കൊരു മകനുണ്ടല്ലോ, അവൻ നിന്നെ നോക്കിക്കൊള്ളും, അവൻ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ആ പ്രതീക്ഷയാണ് തല്ലിക്കെടുത്തിയിരിക്കുന്നത്. ഇനി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? കരയേണ്ട എന്ന് നിങ്ങൾക്ക് പറയാം. കരയേണ്ട, ഞാൻ ഇനി എന്തിൽ ആശ്വസിക്കും? ഇങ്ങനെ ഇരിക്കുമ്പോഴാ യേശുവും അതേ പദം പറയുകയാണ്. എന്താ കരയേണ്ട? പക്ഷേ അവർ പറഞ്ഞ പോലൊന്നും അല്ല യേശു പറഞ്ഞത് കേട്ടോ. കരയേണ്ട എന്ന് യേശു പറഞ്ഞിട്ട് നേരെ മഞ്ചത്തെ തൊട്ടു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചെന്ന് പറയുന്ന, തീർന്നെന്ന് പറയുന്ന ചില മഞ്ചത്തെ കർത്താവ് തൊടുകയാണ്. എന്നിട്ട് കർത്താവ് ഒരു പദം കൂടെ പറയുന്നു, കരയേണ്ട. നിന്റെ കണ്ണുനീര് കർത്താവ് തുടങ്ങിയോ കുഞ്ഞെ? നിന്റെ വേദന കർത്താവ് ഏറ്റെടുക്കോ കുഞ്ഞെ? നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുക, നിന്റെ വേദന കർത്താവ് ഏറ്റെടുക്കുക. നീ ഇനി കരയത്തില്ല, നീ ഇനി ആ വിഷയത്തെ ചൊല്ലി ആർത്ത് സന്തോഷിക്കൂ. ഈ മെസ്സേജ് എപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമോ ആ നിമിഷം തൊട്ട് നിങ്ങൾ ചിന്തിച്ചോ, ഹല്ലേലൂയ, ആർത്ത് സന്തോഷിക്കുന്ന മുഖാന്തരങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വരാൻ പോവാ. മഞ്ചത്തെ തൊട്ട് ബാല്യക്കാരാ എഴുന്നേക്ക എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ വായ പൂട്ടിയതാ, എൻ്റെ ശരീരത്തെ പൂട്ടിയതാ. അവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. അവനെ അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പദമാണ്. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കരയണ്ട എന്ന് ആ വിധവയോട് യേശു പറഞ്ഞിട്ട് അങ്ങ് പോയില്ല. അവൾ കരഞ്ഞ വിഷയം അമ്മയുടെ കയ്യിലോട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുക. അവൾ കരഞ്ഞതിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. സന്തോഷിച്ചോ. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റു. സാധാ പ്രവാചകനല്ല, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റു. യെസ്, ഒരു വലിയ പ്രവാചകൻ. വിശ്വസിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് മരിച്ചിരിക്കുന്ന പോലെ ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടും. യെസ്, എല്ലാവർക്കും ഭയപ്പെടുന്ന, എല്ലാവർക്കും ഭയം പിടിക്കുന്ന ഒരു വലിയ അത്ഭുത സാക്ഷ്യമായിട്ടത് മാറും. ദൈവനാമം മാത്രം മഹത്വപ്പെടാതെ മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഗൗരവമേറിയ ആഴമേറിയ ദൈവിക ചിന്തകൾ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഈ ദൂത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം, വിടുതലകളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് സാധാരണമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745
600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.